ഇതിലും വലിയ എന്ത് പുണ്യപ്രവൃത്തിയാണ് ഇനി ഈ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുക? ഞാൻ പറഞ്ഞു വരുന്നത്, നാളെ നീലഗിരിയിൽ വെച്ച് നടക്കുന്ന 850 വധൂവരന്മാരുടെ സമൂഹ വിവാഹത്തെക്കുറിച്ചാണ്. നടത്തുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന സമസ്തയും AP കാന്തപുരം ഉസ്താദിൻ്റെ കീഴിലുള്ള സമസ്തയുടെ കീഴിലാണ് ഈ 850 വധൂവരന്മാർക്ക് നാളെ സ്വപ്ന ജീവിതത്തിന് തുടക്കമാവുന്നത്. എന്താ പറയുക, ഇതിനേക്കാളും വലിയൊരു പുണ്യം നമ്മൾ പറയും, പല 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 പുണ്യപ്രവർത്തികളുണ്ടല്ലോ ലോകത്തിൽ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും മികച്ചതെന്നാണ് വിശ്വസിച്ച് പോകുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ഇതിൻ്റെ ഒരു സംഘടനാ മികവിനെ കുറിച്ചിട്ടും ഇവർ നടത്തുന്ന ഇത്രയും വലിയ ഒരു കാര്യത്തെക്കുറിച്ചിട്ടും നല്ല ബോധം എനിക്ക് വന്നതും ഒരു 2 വാക്ക് നിങ്ങളോട് പറയണം തോന്നിയതും. കാരണം മറ്റൊന്നുമല്ല, ഈ 850 ആളുകളുടെ ഒരു പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കല്യാണം കഴിയുമ്പോഴോടുകൂടി ഈ ഒരു സംഘടന, ഈ ഒരു സമസ്ത ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്ന ഒരു സന്ദേശം മാത്രമല്ല, പുതിയൊരു ലോകത്തെ തന്നെ ഇവിടെ ഉണ്ടാക്കും, പുതിയൊരു ഇന്ത്യനെ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും. കാരണം 850 പേരും വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് മക്കളുണ്ടാവും. ആ മക്കൾ വളർന്ന് ഈ നാട്ടിൽ എന്താ പറയുക, ഭാവി പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു മരം വെട്ടുകാരൻ, കള്ളൻ, പോലീസ്, പാട്ടുകാരൻ, എഴുത്തുകാരൻ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മിനിസ്റ്റർ, തമിഴ്നാടിൻ്റെ മിനിസ്റ്റർ, ആന്ധ്രയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ എന്ന് വേണ്ട ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് സംഭാവന, ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണ് ഇവർ സംഭാവന ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഈ 850 കുടുംബം, ഈ 850 ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കയ്യിൽ നിന്നാണല്ലോ ഒരു പുതു രാജ്യം തന്നെ, ഒരു പുതിയൊരു ലോകം തന്നെ ഇവർ ഈ സമസ്തയിലൂടെ സൃഷ്ടിക്കുന്നു. അതും ഇത്രയും വലിയൊരു പുണ്യമൊക്കെ ഇനി ഏത് മനുഷ്യനാണ് അവിടേക്ക് ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, ഈ പുണ്യപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുള്ള, ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. പക്ഷേ അപ്പോൾ ഈ ഇത്രയും വലിയൊരു പുണ്യപ്രവൃത്തിക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഈ ഒരു മഹത്തരമായ കർമ്മങ്ങൾക്ക് എന്താ പറയുക, ഒരു ചെറിയ തോതിലെങ്കിലും സഹായം എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ അത്രയും വിനയത്തോടെ, സ്നേഹത്തോടെ ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അത്രയും വലിയൊരു കൂട്ടായ്മയുടെ ഒരു പരിശ്രമം കൂടി ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇത്രയും വിജയമായി എന്തായാലും ചെയ്യാം. നാളെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നീലഗിരിയിൽ വെച്ചിട്ട് നടക്കുന്ന എന്തായാലും 850 പേർക്ക് ജാതി മത ഭേദമന്യേ, ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിമും എല്ലാവരും, എല്ലാ ജാതിയിലും അവരിനി പുതിയ അമ്പലങ്ങളും കിട്ടും, പള്ളികൾ കിട്ടും, അവർക്ക് ഇനി പുതിയ സ്കൂളുകൾ കിട്ടും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങും, മരം നടും, നായയെ വളർത്തും, പൂച്ചയെ വളർത്തും. അതായത് ഒരു ലോകം, പുതിയൊരു ലോകത്തിലേക്ക് തന്നെ ഈ ഒരു 850 പേരും നല്ല സ്വപ്നതുല്യമായ ജീവിതത്തിന് തുടക്കമാവട്ടെ എന്ന് ഒരിക്കലും കൂടി എന്താ പറയുക, മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയൊക്കെ എന്താ പറയുക, അത്രയും അഭിമാനകരമാണ്. ഈ കേരളത്തിൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ, കേരളത്തിലെ ഒരു സംഘടനയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, ഞാൻ ആ സ്ഥലത്തു നിന്ന് ക്യാഷൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിക്ക് എൻ്റെ ഹൃദ്യമായ കൂപ്പുകൈ, നന്ദി, നമസ്കാരം. പരിപാടി ഇപ്പോഴും ഇതുപോലത്തെ സംഘടനാ മികവ് സമസ്തയുടെ കീഴിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.